ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിന്നൊരു സാരിയിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഞാൻ ഇതുവരെ സാരിയിൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രീൻ സാരിയാണ് ഞാനന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാരി എടുത്തിട്ട് വന്നാലോ? എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ സാരിയിൽ തന്നെ കാണാൻ? എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് സാരിയാണെന്നാണ്. ഈ ചുരിദാർ അത്ര ആയിട്ടില്ല, എന്നാലും സാരി എനിക്ക് വേണ്ടോളം സാരീസ് ഉണ്ട്. സാരി എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരം ക്രേസാണ്. ഞാൻ ഏതൊരു ഫംഗ്ഷൻ ആയാലും എവിടെ പോകുന്നുണ്ടെങ്കിൽ സാരിയാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അധികം സാരീനെ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കണില്ല, നിങ്ങൾ എന്തെങ്കിലും ബോർ അടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കടന്നാലോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. എനിക്കിങ്ങനെ ഡോട്ടൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ ഈ ഡോട്ട് പൗഡർ ആണെങ്കിലും കൂടെ ഞാൻ ഈ ഡോട്ട് വെച്ചിട്ട് ഞാൻ തുടങ്ങുള്ളൂ. എനിക്കെന്താണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോക്സ്ടെയിലിൻ്റെയാണ്. മോയ്സ്ചറൈസറും അത് തന്നെയാണ് കേട്ടോ, ഫോക്സ്ടെയിലിൻ്റെ. എനിക്ക് ഈ ഓൺലൈനിൽ നിന്ന് ഞാൻ മാക്സിമം ഓൺലൈൻ തന്നെ മേടിക്കാറ്. പക്ഷേ എല്ലാവർക്കുള്ള ഡൗട്ടായിരിക്കും, ഓൺലൈനിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റാണ് നല്ലത്, ഏത് പ്രൊഡക്റ്റാണ് പൊട്ടാന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് യൂസ് ചെയ്യണോ, ഡാസിലർ യൂസ് ചെയ്യണോ, മബലിൻ യൂസ് ചെയ്യണോ, അപ്പോൾ ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര കൺഫ്യൂഷൻ, ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മുടെ സ്കിന്നിന് ചേരുന്നത് ഏതാണെന്ന് അതന്നെ ഒരുപാട് റിവ്യൂ ഉള്ള കാരണം എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം കേട്ടോ, ഞാൻ ഉണ്ടായിരിക്കും, എൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പിൽ പോയിട്ടാണ് ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഞാൻ മേടിച്ചത്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് പ്രൈമറാണ്. പ്രൈമർ ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. എനിക്ക് പ്രൈമറും ചേരുന്നില്ല, എൻ്റെ ഫേസിലോട്ട് ചേരുന്നില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ചേരും, ഞാൻ അധികം ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാക്കറ്റ് നോക്കി ഞാൻ മേടിച്ചതാണ് പ്രൈമർ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അധികം വശമില്ലാത്ത പരിപാടിയാണ് ഈ ഐബ്രോ ടച്ചപ്പ് എന്ന് പറഞ്ഞ സാധനം. എനിക്ക് ആകെ തീരെ വശമില്ലാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് ഐബ്രോ ടച്ചപ്പും പിന്നെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യില്ലേ, ആ പരിപാടിയും. എനിക്ക് രണ്ടും അറിയില്ല, ഞാൻ ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാവുന്നറിയാം, എന്നാലും എനിക്കറിയാവുന്നത് ഇത് വെച്ചിട്ട് ഞാൻ ഏകദേശം ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഐബ്രോ പെൻസിലല്ല, ഐബ്രോ പെൻസിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, അത് തീരെ അറിയില്ല, അതാകെ നമ്മുടെ ദിഗംബറിൻ്റെ പോലെ ആയിരിക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഡാസിലറിൻ്റെ നമ്മുടെ കൺമഷി ഐലൈനർ, അതാണ് ഇത് സാധനം. അപ്പോൾ അത് ഡ്രൈ ആയതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു, ഈ ഐബ്രോ ടച്ചപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എങ്ങനെയൊക്കെയോ ഞാനത് എഴുതിയെടുത്തു. എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമല്ലേ? ആകെ അങ്ങോട്ട് കറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് മാബെലിൻ്റെ ബ്രഷാണ്. അത് ഭയങ്കര പാടാണ് ഗൈസ്, കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ വേണം എഴുതാനെന്നുണ്ടെങ്കിൽ. അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് ഇരുന്നിട്ട് എന്തായാലും റെഡി ആവണില്ല. ലാസ്റ്റ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണെഴുതി ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കര പാടായിരുന്നു. എനിക്ക് നമ്മളെ രണ്ട് കൈ യൂസ് ചെയ്ത് കണ്ണൊക്കെ തന്നെ വലിച്ചു പിടിച്ചിട്ട് വേണം ഇതൊന്ന് എഴുതിയെടുക്കണമെങ്കിൽ. എങ്ങനെയൊക്കെയോ ഞാൻ അതും ചെയ്തെടുത്തു. ഞാൻ സാധാരണ ഐലൈനറാണ്, നമ്മൾ ഐടെക്സിൻ്റെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഡാസിലറിൻ്റെ അതാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് പുതിയതായത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്. എന്നാലും നമ്മളത് വരച്ച് ശീലമാവണമല്ലോ, എല്ലാം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു കണ്ണൊക്കെ ഞാൻ നല്ലതുപോലെ എഴുതിയെടുത്ത് അതിന് ശേഷം നമുക്ക് വശമില്ലാത്ത രണ്ടാമത്തെ ഐറ്റം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവനാണ് ആള്, മസ്കാര. അപ്പോൾ ഇത് ഞാൻ നമ്മൾ അറിയണം, എന്നാൽ അറിയും വേണ്ട. അപ്പോൾ ആ ഒരു ലെവലിൽ വെറുതെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എനിക്കതിൻ്റെ അത്ര ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ പച്ച സാരിയിലേക്ക് പച്ച കളർ പൊട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? നല്ല വളിച്ച ലുക്ക് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതെ, ആ ലുക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടോ, വൃത്തികെട്ട ലുക്ക്. ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്കാണ് ഗൈസ് ഈ ലുക്ക്. സോറി ഗൈസ്, എനിക്കെന്തായാലും ആ ലുക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൊട്ടിൻ്റെ കളർ മാറ്റി ഞാൻ ചമരിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു കറുപ്പ് പൊട്ട് എടുത്ത് വെച്ചു. അല്ലെങ്കിലും ഓൾറെഡി ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ് എവിടെയെങ്കിലും പോയി വന്ന് പൊട്ട് ഊരി വയ്ക്കുന്നത്. ഒന്നെങ്കിൽ കണ്ണാടിയുടെ മുകളിൽ, അതല്ലെങ്കിൽ കുളിമുറിലുണ്ടാവുമല്ലോ നമ്മുടെ ബാത്റൂമിൽ, ആ കണ്ണാടിയുടെ മുകളിലായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൻ്റെ മുകളിൽ, അതല്ലെങ്കിൽ ചമരിൻ്റെ മുകളിൽ. ഞാൻ ചമരിൻ്റെ ആളാണ്, അതുകൊണ്ട് ഞാൻ ചമരിൻ്റെ മുകളിൽ പോയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, ഇവനെയാണ് എനിക്ക് ഇത്രയും ഇഷ്ടമുള്ളൊരു വേറൊരു ഐറ്റം വേറെ ഇല്ല, ലിപ്സ്റ്റിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം എൻ്റെതല്ല, ഞാൻ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്തു, ഒരാളേക്ക് തന്നെ അടിച്ചു മാറ്റിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ്, നല്ല രസമുണ്ടായിരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് ആളടിച്ചു മാറ്റി. സെയിം ഞാൻ ആരുടെയൊക്കെ നിന്നാണോ അടിച്ചു മാറ്റിയത് ആ ആൾ തന്നെ എൻ്റേതും അടിച്ചു മാറ്റി. ആൾ ആരാണെന്ന് എന്തായാലും ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ഈ വീഡിയോ ആൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ ഈ ഷെയ്ഡ് മോശം എന്നല്ല പറഞ്ഞത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡ് തന്നെയാണ്. നമ്മളുടെ തന്നെയല്ലേ, അത് വേറൊരു തന്നെയാണല്ലോ, വൈബ് തന്നെയല്ലേ. അപ്പോൾ അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്തായാലും എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. ഞാൻ അടിച്ചു മാറ്റിയത് എന്തായാലും ഉപകാരത്തിൽപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ്
ഈ ഒരു പച്ച ബാംഗിൾസ് അതാ നല്ല രസമല്ലേ കാണാൻ. ഇതും എൻ്റേതല്ല, ഞാൻ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. ഞാൻ എൻ്റെ ബാംഗിൾസ് ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നാത്തൂന്മാരുടെ അടിച്ചു മാറ്റുക എന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. എന്തായാലും നമുക്കത് യൂസ് ചെയ്യണ്ടേ, എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അടിച്ചു മാറ്റണ ആളല്ല കേട്ടോ ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ നിവർത്തികേടുകൊണ്ടാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിനും വലിയ റിസ്ക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ദേ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ കൈ ഇത്തിരി വലിപ്പം കൂടുതലാണ്, അവരുടെ ഒക്കെ കൈ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കുത്തി കൊള്ളിച്ച് ഞാൻ വളകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു. പിന്നെ ദേ നല്ലൊരു സ്വർണ്ണക്കമ്മലുണ്ടായിരുന്നു, അത് ഊരി വെച്ചിട്ട് ഇത് ഇമിറ്റേഷൻ ഇടുന്നവരെ വേറെ ആരെങ്കിലും കണ്ടുണ്ടോ എന്നെങ്കിൽ ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. എനിക്ക് സ്വർണ്ണക്കമ്മലിനോട് താല്പര്യം പോരാ. ഞാൻ ഇതുപോലത്തെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഇതും ഞാൻ അടിച്ചു മാറ്റിയതാണ്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതേ ഹെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ഇങ്ങനെ കെട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോണി ടെയിൽ, അതല്ലെങ്കിൽ നമ്മൾ കുളിമടച്ചിലുണ്ടല്ലോ, അതാണ് ഞാൻ മാക്സിമം കെട്ടാറ്. വേറെ എനിക്ക് മുടിയിൽ അങ്ങനെ ഡെക്കറേഷൻ പരിപാടി എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചൊരു ക്രാബും വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു കയ്യിൽ മാത്രമേ വള യൂസ് ചെയ്യാറുള്ളൂ, ഒരു കൈ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇടും. എനിക്ക് അങ്ങനെ കണ്ട് ആ ഒരു പ്രാന്ത് എനിക്കില്ലാത്തതുകൊണ്ട് അത്രയും ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ ദേ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്, ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഈ സാരിയിൽ വേറെ ഷൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ ഞാൻ പോവുമായിരുന്നു. ആ ലിപ്സ്റ്റിക് ഒന്ന് തുടച്ച് കളഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ടാറ്റാ, ബൈ ബൈ.